ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മിതാലിസ് വേലിയിലേക്ക് സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ വീട്. വരൂ, നമുക്ക് വീട്ടിലെ കാഴ്ചയെല്ലാം ഞാൻ കാണിച്ചു തരാമേ. ഇതാണ് ഫ്രണ്ട് വ്യൂ. മതിലിൻ്റെ ഡെക്കറേഷനൊക്കെ കണ്ടോ? മതിലിൽ മയിൽ അപ്പുറവും ഇപ്പുറവും നടുക്കൊരു മരവും 2 ആനക്കുട്ടന്മാരും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ചെടിയൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ ചെടികളുണ്ട്. റോസാപ്പൂക്കെ നിൽക്കുന്നുണ്ട്. ഒത്തിരി പേരറിയുന്നതും പേരറിയാത്തതുമായ കുറേ ചെടികളുണ്ട്. ഇതുണ്ട് 4 മണിയൊക്കെയാണ്. ഒരു ഓർക്കിഡിൻ്റെ പൂവുണ്ട്. ഇത് കാന്താരി മുളകൊക്കെ നിൽപ്പുണ്ട്. ഇത് ചെടിയും മുളകും എല്ലാം കൂടെ നിൽക്കുന്നതാണ്. ഇത് കണ്ടോ, കോഴിവാലൻ ചെടി. പിന്നെ കോവൽ വളർത്തിയിട്ടുണ്ട്. കോവൽ കുറേശ്ശൊക്കെ പിടിക്കും. പിന്നെ ഉണ്ട് ഒരു വെള്ള കാന്താരി ഉണ്ട്, ചെറുതും വലുതൊക്കെ ആയിട്ടുള്ളതുണ്ട്. റോസായും പല പല ചെടികൾ മിക്സ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. കണ്ട, പ്രകൃതി രമണീയമായ ഞങ്ങളുടെ സ്ഥലം കണ്ടു. പിന്നെ ഇവിടെയും കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. എന്താ വയലറ്റ് കളർ തെറ്റിയുണ്ട്. ഇത് എന്നും പൂവുണ്ട്. പിന്നെ ഇത് കണ്ണാടിച്ചെടി. കണ്ണാടിച്ചെടി കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. ഇതറിയാലോ, നമ്മുടെ തുളസി. കണ്ടു ഈ സൈസിലെ കുറേ കളറുണ്ടായിരുന്നു. വെള്ള, ഡാർക്ക് റെഡ് എല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ സീസണല്ല, അതുകൊണ്ടെല്ലാം തോന്നുന്നുണ്ട്. ഇതൊക്കെ പേരറിയാത്ത ചെടികളാണ്. പിന്നെ ഇവിടെ ഈ ഒരു റോസായുണ്ട്. ഇത് പിങ്ക് റോസ. പിന്നെ കണ്ടോളൂ. പിന്നെ ഇതുണ്ട് മിക്സ്ഡ് കളർ വരുന്ന 4 മണി ചെടിയാണ്. ഒരു ചെടിയിൽ തന്നെ ഈ 2 കളറും, പിന്നെ അതിൻ്റെ ഒറ്റ കളറും വരും. ബോൾസും ഉണ്ട്. ബോൾസും വെറൈറ്റി 3-4 ഉണ്ട്. അതിനകത്തെ കാഴ്ചകൾ കാണിക്കും. ഇതാണ് ലിവിങ് റൂം. ലിവിങ് റൂമിനകത്ത് കുറേ ബുദ്ധന്മാരെ വെച്ചിട്ടുണ്ട്. ബുദ്ധന്മാരെ കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൃഷ്ണനോട് ഇരിപ്പുണ്ട്. അതിൻ്റെ മേലിൽ നല്ലൊരു ബാർബി, കൃഷ്ണൻ, ബുദ്ധ, മാതാവ്, ക്ലോക്കും ബുദ്ധയുടെയാണ്. പിന്നെ കുറേ അലങ്കോലം ഒക്കെ ഞാൻ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും പിങ്കും വൈറ്റും കോമ്പിനേഷനുള്ള കർട്ടനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബാർബിയുണ്ട്. ബാർബി സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. മണ്ടയ്ക്ക് കണ്ടു. ഇതാണ് ഇവിടുത്തെ സെറ്റി.
ഇത് കണ്ടോ, ഇത് കാണിച്ചില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഇങ്ങനെ അലങ്കാരമുണ്ട്. പിന്നെ ഹാളിലോട്ടാണ്. ഹാളിലൊരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് കുറേ പൂവൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെയും ചേച്ചിയുടെ കുഞ്ഞിൻ്റെയും ചേച്ചി ഹസ്ബൻഡ്, ചേട്ടന്, ഞാനും പിള്ളേരും എല്ലാവരുമുള്ള ഫോട്ടോ ഒക്കെ ഡെക്കറേഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഷോ കേസാണ് ഇത്. ഷോ കേസ് ഉണ്ടോ, എല്ലാം മിതാലിക്ക് കളിപ്പാട്ടങ്ങളും മിതാലിയുടെ ട്രോഫിയും സർട്ടിഫിക്കറ്റും എല്ലാം കൊണ്ടാണ്. പിന്നെ ഇത് അമ്മയുടെ മുറിയാണ്. ഇവിടെയും പിങ്കാണ് കോമ്പിനേഷൻ. ഇതാണ് അമ്മയുടെ മുറി. ഇവിടെയും വെള്ളയും പിങ്കുമാണ് കോമ്പിനേഷൻ. പിന്നെ ഉണ്ട് ഇവിടെ ഒരു പാർട്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും മിതാലിയുടെ കളിപ്പാട്ടങ്ങളും ഒക്കെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ്, ഇത് കളർ മാറുന്നേ, വൈറ്റും രണ്ട് കളറായിട്ട് വരുന്നതാണ്. പിന്നെ ഇതൊരു കോമൺ ബാത്റൂം. കർട്ടനൊക്കെ ഇട്ട് മറച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഇതാണ് ഡൈനിങ് ടേബിൾ. ഡൈനിങ് ടേബിളിലുണ്ട്. ഇതെനിക്ക് ഈയിടെ കടയിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ആണ്. പിന്നെ ഇവിടെ ഞാനൊരു മണി പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു വേറൊരു ഷോ കേസ് പോലെ. എല്ലാം ഷോയ്ക്ക് വെച്ചേക്കുവാണ്. തേയിലവെള്ളം കലക്കി വെച്ചേക്കുക കേട്ടോ. ഇത് പിന്നെ അച്ഛൻ്റെ റൂമാണ്. പിന്നെ ഇത് മുകളിലോട്ട് പോകുന്ന എൻട്രിയാണ്. അവിടെയും കുറേ ഭിത്തിയിൽ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ചിത്രശലഭമുണ്ട്. എന്താ ഇതൊക്കെ ഇത് ഗിഫ്റ്റ് കിട്ടിയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. ഇവിടെ പർഗോളയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പർഗോളയുടെ അവിടെ ഇവിടെ ചിത്രശലഭമൊക്കെ പാറി നടക്കുന്നുണ്ട്. കണ്ടോ. പിന്നെ ഇതൊക്കെ വാൾ പിക്ചറാണ്. ഇത് പിന്നെ ഇവിടോട്ട് കയറുന്നത് കുഞ്ഞൊരു ഹാളാണ്. എൻട്രി ഞാൻ കാണിച്ചു തരാം. ഇത് പിന്നെ ഞങ്ങളുടെ ഗസ്റ്റ് റൂമാക്കി വെച്ചേക്കുന്നതാണ്. ഇതാണ് മിതാലിയുടെ സ്റ്റഡി ടേബിൾ. ഇവിടെ വരുമ്പോൾ മാത്രം സ്റ്റഡി തന്നെയാണ്. പിന്നെ ഇവിടെയും കുറേ പൂവൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ സെലക്ഷനാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് പറയണേ. ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടെയും വൈറ്റും പിങ്കും റെഡും വൈറ്റോടൊക്കെ കോമ്പിനേഷനാണ്. പിന്നെ മെയിൻ ഒരാളെ കാണിക്കാറുണ്ട്. ഇത് കണ്ടോ, ഭിത്തി ഒട്ടിച്ചേക്കുന്നത് കൊള്ളാമോ. മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ വീട്ടിൽ കാണുന്ന എല്ലാം മീഷോ പ്രൊഡക്റ്റാണ്. ഇതാണ് ചേച്ചിയുടെ മോൻ ആയുഷ്മാൻ. പിന്നെ ചേട്ടൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ പാത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ റൂം.
കയറി വരുന്നതിൻ്റെ ഇവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മുതലാളിയുടെ ബാഗാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആ ബാഗിനകത്താ സാധനങ്ങൾ കൊണ്ടുപോവുകയും വരികയും ചെയ്യും. പിന്നെ ഇതൊരു സിറ്റ് ഔട്ടാണ്. ഇതാണ് ഞങ്ങളുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന വ്യൂ. കണ്ടോ, തനി നാടൻ പ്രദേശം. നോക്കൂ, കണ്ടോ റോഡൊക്കെ കണ്ടോ. ഇതും അങ്ങോട്ട് റോഡാണ്. കണ്ടോ, റോഡിന് അപ്പുറവും ഇപ്പുറവും വിശാലമായ കണ്ടം. കാണാൻ പറ്റുന്നു എന്നറിയത്തില്ല. അവിടെ ഒരു ടവർ കാണുന്നുണ്ടോ? അതുകൊണ്ടുണ്ടായത് ആ ടവർ കാണുന്നിടത്താണ് ചുറ്റുളങ്ങര അമ്മയുടെ ഫസ്റ്റ് വരെയായ ഈരേഴ് തെക്കിൻ്റെ കുതിരയെ അവിടെയാണ് കെട്ടുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ഉണ്ട് ഈ കണ്ടത്തിലൊക്കെ നിറച്ച് മീനൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചില പ്രാവശ്യമൊക്കെ മീൻ ചൂണ്ടയിട്ട് പിടിക്കും. ഇതാണ് ഫ്രണ്ടിലത്തെ വ്യൂ. അപ്പോൾ ഇത്രയൊക്കെ ഇതാണ് സിറ്റ് ഔട്ട്. മണ്ടയ്ക്കത്തെ സിറ്റ് ഔട്ട് ഈ വൈറ്റും ബ്ലാക്കും ഉള്ള കോമ്പിനേഷൻ ടൈലൊക്കെ ഒട്ടിച്ചിരിക്കുന്നത്. താഴെയും അത് തന്നെ. ഇതെല്ലാം എൻ്റെ സെലക്ഷനാണ്. കൊള്ളാമോ ഗെയ്സ്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സപ്പോർട്ട്. താങ്ക് യു.